Hi everyone, welcome to my YouTube channel. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ BDS സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഇൻറ്റേർണൽ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഇൻറ്റേർണലാണ്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, എവിടെ നിന്ന് തുടങ്ങുക, പാസ്സാകാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട്, ഞാനും എല്ലാം ഒന്നും പാസ്സായിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന സെക്കൻഡ് ഇൻറ്റേർണൽ നമുക്ക് നല്ല സ്കോറോടുകൂടി പാസ്സാവാം, നമുക്ക് പാരൻസിനെയൊക്കെ നല്ല ഹാപ്പി ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമുക്ക് ഒരു എക്സാം ക്രൈറ്റീരിയ വരുന്നത് എസ്സേ കാണും, ഷോർട്ട് എസ്സേ കാണും, ഷോർട്ട് നോട്ട് കാണും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ BDS പഠിക്കുന്ന നിങ്ങളുടെ മറ്റേ കോളേജിലെ ഫ്രണ്ട്സിനോ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്, അമിലോജനസിസ്. നമുക്കറിയാം നമ്മുടെ DIDHൽ നമുക്ക് മെയിനായിട്ടൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് എന്ത്, അമിലോജനസിസ്. അപ്പോൾ അമിലോജനസിസ് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. നമുക്കറിയാം അമിലോജനസിസ് ആദ്യം എന്താ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇനാമൽ അല്ലേ. അപ്പോൾ ഇനാമൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അമിലോജനസിസ്. അപ്പോൾ നമ്മൾ ഇനാമൽ ഓർഗനിൽ നിന്നും ഈ ഇന്നർ ഇനാമൽ എപ്പിത്തീരിയൽ സെൽസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും, അമിലോബ്ലാസ്റ്റ് ആയിട്ട് അല്ലേ. അപ്പോൾ അമിലോബ്ലാസ്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഇപ്പോൾ ഇതൊരു അമിലോബ്ലാസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ എന്തായിരിക്കും, ന്യൂക്ലിയസ് വന്നത് എന്ത് ചെയ്തു, പ്രോക്സിമൽ എൻഡിലേക്ക് പോകുന്നു. പിന്നെ അതിനുശേഷം സെൽ ഓർഗനൽസ് ഒക്കെ ഡിസ്റ്റൽ എൻഡിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ട് സൈഡിലേക്ക് പോകും അല്ലേ. അതിന് നമ്മൾ എന്ത് വിളിക്കും, റിവേഴ്സൽ ഓഫ് പൊളാരിറ്റി എന്ന് വിളിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, നമുക്ക് ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടേ. ഈ അമിലോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതിനുശേഷം ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ടോംസ് പ്രോസസ്സ് എന്നൊരു എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് തമ്മിലൊരു ലെയർ സെപ്പറേറ്റ് ചെയ്യേണ്ടേ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, മൈക്രോ ഫിലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്രോ ഫിലമെൻറ്റ്സ് അല്ലെങ്കിൽ ടോണോ ഫിലമെൻറ്റ്സ് വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഒരു ലെയർ സെപ്പറേറ്റ് ചെയ്യുന്നു. ആ സെപ്പറേറ്റ് ചെയ്ത ലെയറിനെ വിളിക്കുന്ന പേരാണ് പ്രോക്സിമൽ എൻഡ് ഓഫ് ദി ടോംസ് പ്രോസസ്സ്. എന്താണ്, പ്രോക്സിമൽ എൻഡ് ഓഫ് ദി ടോംസ് പ്രോസസ്സ്. ഇപ്പോൾ പ്രോക്സിമൽ എൻഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ബേസിലായിട്ട് വന്നതാണ് എന്ത്, പ്രോക്സിമൽ എൻഡ്. അതിനുശേഷം ഈ പ്രോക്സിമൽ എൻഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇനാമൽ സെക്രീറ്റ് ചെയ്യും. എവിടെയായിരിക്കും, അപ്പോൾ ഇത് ഇങ്ങനെ ട്യൂബുലാറായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പ്രോക്സിമൽ എൻഡ് ആണെങ്കിൽ ഈ പ്രോക്സിമൽ എൻഡിന് ചുറ്റും ഉണ്ടാക്കുന്ന ഇനാമലിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ റോഡ് ഇനാമൽ. എന്താണ്, ഇന്റർ റോഡ് ഇനാമൽ. അപ്പോൾ സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോക്സിമൽ എൻഡ്, ഈ ഒരു ഏരിയ ഇവിടെ ടോണോ ഫിലമെൻസും മൈക്രോ ഫിലമെൻസും വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇവരെ സെപ്പറേറ്റ് ചെയ്യാണ്. ഇതിനെയാണ് എന്ത് വിളിക്കുന്ന, ഇന്റർ റോഡ് ഇനാമൽ. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു, താഴേക്ക് ഒരു എക്സ്റ്റൻഷൻ അല്ലേ, ഒരു ഇതുപോലെ ട്രയാങ്കുലർ ഷേപ്പിൽ ട്രയാങ്കിൾ പോലെ ഒരു എക്സ്റ്റൻഷൻ വരും. അതാണ് എന്താ, ടോംസ് പ്രോസസ്സിന്റെ ഡിസ്റ്റൽ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രോക്സിമൽ എൻഡ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ചുറ്റും ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ രൂപത്തിൽ, ചുറ്റും എങ്ങനെയാണ്, സിലിണ്ട്രിക്കൽ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർ റോഡ് ഇനാമൽ സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ പിറ്റുണ്ട്, കുറേ കുഴികളുണ്ട്. ആ കുഴികൾ ഫില്ല് ചെയ്യാനായിട്ടാണ് ടോംസ് പ്രോസസ്സിൻ്റെ ഡിസ്റ്റൽ എൻഡ് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ആ കുഴികളിലേക്ക് ഫില്ല് ചെയ്ത് ഇനാമൽ സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്റ്റൽ എൻഡ് കുഴികളിലേക്ക് ഇടുന്ന ഇനാമലിനെ വിളിക്കുന്ന പേരാണ് റോഡ് ഇനാമൽ. അപ്പോൾ സിമ്പിൾ അല്ലേ. അപ്പോൾ പ്രോക്സിമൽ എൻഡിൽ നിന്ന് വരുന്നത് ഇന്റർ റോഡ് ഇനാമൽ, ഡിസ്റ്റൽ എൻഡിൽ നിന്ന് വരുന്നത് റോഡ് ഇനാമൽ. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം. നമ്മളിങ്ങനെയൊക്കെ ഒരുപാട് കാണാപ്പാടം ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ BDS ആണെങ്കിലും MBBS ആണെങ്കിലും നമുക്ക് പഠിക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ട് പഠിക്കാം, പോയിന്റ്സ് ആയിട്ട് പഠിക്കാം, നമുക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ പഠിക്കാം. ബിക്കോസ് ഇതൊക്കെ നമുക്ക് എന്താണ് ആപ്ലിക്കബിൾ ആണല്ലേ. ആസ് എ ഡെന്റിസ്റ്റ് നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സോ ഇനി ഇതുപോലുള്ള വീഡിയോസ് കുറച്ച്, ഇതിപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോയാണ്, ഇനി ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വളരെ സൂപ്പറായിട്ട് പഠിച്ച് നമുക്കെല്ലാം എക്സാംസും പാസ്സാവാം. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.